എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ മുഴുവൻ ശ്രദ്ധയും കുഞ്ഞിലേക്കായിരിക്കും. എന്നാൽ കുഞ്ഞിന്റെ ആരോഗ്യത്തോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മുലയൂട്ടുന്ന അമ്മമാരുടെ ആരോഗ്യം. അമ്മ കഴിക്കുന്ന ആഹാരവും അമ്മയുടെ ജീവിതശൈലിയുമാണ് കുഞ്ഞിന്റെ വളർച്ചയെ നേരിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ടുതന്നെ മുലയൂട്ടുന്ന കാലഘട്ടത്തിൽ അമ്മമാർ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മുലയൂട്ടുന്ന അമ്മമാർ തങ്ങളുടെ ഭക്ഷണകാര്യത്തിലും ജീവിതശൈലിയിലും പ്രത്യേക ശ്രദ്ധ നൽകേണ്ടത് കുഞ്ഞിന്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് ഒരുപോലെ അത്യാവശ്യമാണ്. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ്. ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നത് പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ ഇലക്കറികൾ, പരിപ്പുവർഗ്ഗങ്ങൾ, മുട്ട, പാൽ, മത്സ്യം തുടങ്ങിയ പോഷകസമൃദ്ധമായ ആഹാരങ്ങൾ ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. പാലുൽപാദനം കൂട്ടാൻ ഉലുവയും വെളുത്തുള്ളിയുമൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പണ്ടുമുതലേയുള്ള നല്ലൊരു രീതിയാണ്. ഭക്ഷണത്തിൽ നിയന്ത്രണം വേണ്ട ചില കാര്യങ്ങളുമുണ്ട്. ചായ, കാപ്പി എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുന്നത് കുഞ്ഞിന് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും. അമിതമായ എരിവും മസാലയും ഒഴിവാക്കുന്നത് കുഞ്ഞിന് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നല്ലതാണ്. കൂടാതെ മദ്യവും പുകയിലയും പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. അമ്മമാരുടെ മാനസികവും ശാരീരികവുമായ വിശ്രമം പാലുൽപാദനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് അമ്മമാരും വിശ്രമിക്കാൻ ശ്രമിക്കുക. സ്തനങ്ങളുടെ ശുചിത്വം പാലിക്കുന്നതിനൊപ്പം തന്നെ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ യാതൊരു മരുന്നുകളും ഈ സമയത്ത് കഴിക്കരുത് എന്നതും പ്രത്യേകം ഓർക്കണം. ശരിയായ രീതിയിലിരുന്നുകൊണ്ട് കുഞ്ഞിന് പാൽ നൽകുന്നത് അമ്മയുടെ നടുവേദന ഒഴിവാക്കാനും കുഞ്ഞിന് പാൽ കുടിക്കുന്നത് എളുപ്പമാക്കാനും സഹായിക്കും. മുലയൂട്ടൽ എന്നത് മനോഹരമായ ഒരു അനുഭവമാണെങ്കിലും മിക്ക അമ്മമാരും തുടക്കത്തിൽ പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുലക്കണ്ണിലെ വേദനയും വിള്ളലുകളും. കുഞ്ഞ് ശരിയായ രീതിയിൽ മുലക്കണ്ണിൽ പിടിക്കാത്തതാണ് ഇതിന് പ്രധാന കാരണം. കുഞ്ഞ് സ്തനത്തിന്റെ കറുത്ത ഭാഗം കൂടി വായയിലാക്കി പാൽ കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ ഈ വേദന ഒരു പരിധിവരെ ഒഴിവാക്കാം. പാൽ കുടിച്ചു കഴിഞ്ഞ ശേഷം അല്പം മുലപ്പാൽ തന്നെ ആ ഭാഗത്ത് പുരട്ടുന്നത് മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കും. മറ്റൊരു പ്രധാന പ്രശ്നമാണ് സ്തനങ്ങളിൽ പാൽ കെട്ടിനിൽക്കുന്നത്. പ്രസവശേഷം ആദ്യ ദിവസങ്ങളിൽ പാൽ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ സ്തനങ്ങൾ കല്ലിക്കുകയും കഠിനമായ വേദന അനുഭവപ്പെടുകയും ചെയ്യും. ഇത് ഒഴിവാക്കാൻ കൃത്യമായ ഇടവേളകളിൽ കുഞ്ഞിന് പാൽ നൽകണം. കുഞ്ഞ് പാൽ കുടിച്ചു തീർക്കുന്നില്ലെങ്കിൽ കൈകൊണ്ടോ പമ്പ് ഉപയോഗിച്ചോ അധികമുള്ള പാൽ നീക്കം ചെയ്യുന്നത് വേദന കുറയ്ക്കാൻ സഹായിക്കും. ചില സമയങ്ങളിൽ സ്തനങ്ങളിൽ ചെറിയ മുഴകൾ പോലെ അനുഭവപ്പെടാറുണ്ട്. ഇത് പാൽനാളികളിലെ തടസ്സം കാരണമാണ്. ആ ഭാഗത്ത് മൃദുവായി മസാജ് ചെയ്യുന്നതും ചൂടുവെള്ളത്തിൽ മുക്കിയ തുണി ഉപയോഗിച്ച് ഒപ്പുന്നതും ആശ്വാസം നൽകും. എന്നാൽ ഈ വേദനയോടൊപ്പം പനിയോ കഠിനമായ ചുവപ്പ് നിറമോ കണ്ടാൽ അത് അണുബാധയുടെ മസ്റ്റൈറ്റിസ് ലക്ഷണമാകാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്വയം ചികിത്സിക്കാതെ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. പല അമ്മമാരെയും മാനസികമായി തളർത്തുന്ന ഒന്നാണ് പാൽ കുറവാണെന്ന തോന്നൽ. കുഞ്ഞ് കരയുമ്പോഴെല്ലാം പാൽ തികയാത്തതുകൊണ്ടാണെന്ന് കരുതി പലരും സമ്മർദ്ദത്തിലാകാറുണ്ട്. എന്നാൽ അമ്മ നന്നായി വെള്ളം കുടിക്കുകയും പോഷകാഹാരം കഴിക്കുകയും ചെയ്താൽ പാൽ ഉൽപ്പാദനം വർദ്ധിക്കും. കുഞ്ഞ് എത്രത്തോളം തവണ പാൽ കുടിക്കുന്നുവോ അത്രത്തോളം പാൽ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നതാണ് വസ്തുത. ഇതിനെല്ലാം പുറമേ അമ്മമാരുടെ മാനസികാരോഗ്യം വളരെ പ്രധാനമാണ്. ആവശ്യത്തിന് വിശ്രമമില്ലാത്തതും ഉറക്കക്കുറവും പാൽ ഉൽപ്പാദനത്തെ ബാധിക്കാം. അതിനാൽ കുടുംബാംഗങ്ങളുടെ പിന്തുണയും ശാന്തമായ മനസ്സും മുലയൂട്ടൽ കാലഘട്ടം സുഖകരമാക്കാൻ ഏറെ സഹായിക്കും. മുലയൂട്ടുന്ന സമയത്ത് അമ്മമാരുടെ ആരോഗ്യം കുഞ്ഞിന്റെ ആരോഗ്യത്തിന് എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്കറിയാം. കുഞ്ഞിന് ആവശ്യത്തിന് പാൽ ലഭിക്കാനും അമ്മയുടെ ശരീരം വേഗത്തിൽ വീണ്ടെടുക്കാനും സഹായിക്കുന്ന ഭക്ഷണരീതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മുലയൂട്ടുന്ന അമ്മമാർ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ്. പാലുൽപാദനത്തിന് ശരീരം കൂടുതൽ ജലം ഉപയോഗിക്കുന്നതുകൊണ്ട് ദിവസം കുറഞ്ഞത് 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കണം. ഇത് ക്ഷീണം കുറയ്ക്കാനും ഉന്മേഷം നൽകാനും സഹായിക്കും. ഭക്ഷണത്തിൽ പ്രോട്ടീനും കാൽസ്യവും ധാരാളമായി ഉൾപ്പെടുത്തണം. മുട്ട, മീൻ, പരിപ്പുവർഗ്ഗങ്ങൾ, പയറുകൾ എന്നിവ പേശികളുടെ ബലത്തിനും കുഞ്ഞിന്റെ വളർച്ചയ്ക്കും അത്യാവശ്യമാണ്. അതുപോലെ കുഞ്ഞിനാവശ്യമായ കാൽസ്യം അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ പാൽ, തൈര്, പനീർ എന്നിവ ദിവസവും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. നമ്മുടെ നാട്ടിൽ പണ്ടുമുതലേ കണ്ടുവരുന്ന മുരിങ്ങയില, ചീര തുടങ്ങിയ ഇലക്കറികൾ മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. ഇവയിൽ ഇരുമ്പുസത്തും അയറൺ ധാരാളമുണ്ട്. അതുപോലെ ഉലുവക്കഞ്ഞിയായോ വെള്ളത്തിലിട്ട് കുതിർത്തോ ഉപയോഗിക്കുന്നത് പാൽ ഉൽപ്പാദനം കൂട്ടാൻ സഹായിക്കും. ഭക്ഷണത്തിൽ വെളുത്തുള്ളി ചേർക്കുന്നത് ഗ്യാസ് പ്രശ്നങ്ങൾ കുറയ്ക്കാനും പാൽ കൂട്ടാനും നല്ലൊരു വഴിയാണ്. പഴവർഗ്ഗങ്ങളുടെ കാര്യമെടുത്താൽ
പപ്പായയും നേന്ത്രപ്പഴവും മികച്ചതാണ്. ഇവ ദഹനം സുഗമമാക്കുകയും ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ നൽകുകയും ചെയ്യും. ഓട്സ്, റാഗി തുടങ്ങിയ ധാന്യങ്ങൾ ഊർജ്ജം നിലനിർത്താൻ സഹായിക്കുന്നവയാണ്. ഇനി ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അമിതമായ ചായ, കാപ്പി കുടിക്കുന്നത് കുഞ്ഞിന്റെ ഉറക്കത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഫീന്റെ ഉപയോഗം കുറയ്ക്കാം. അതുപോലെ ചില കുഞ്ഞുങ്ങൾക്ക് കടലയോ വൻപയറോ കഴിക്കുമ്പോൾ ഗ്യാസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത്തരം ഭക്ഷണങ്ങൾ താൽക്കാലികമായി ഒഴിവാക്കാം. അമിതമായ എരിവും പുളിയും മസാലകളും കുറയ്ക്കുന്നത് അമ്മയുടെയും കുഞ്ഞിന്റെയും ദഹനത്തിന് എപ്പോഴും നല്ലതാണ്. ഏറ്റവും പ്രധാനമായി കൃത്രിമ നിറങ്ങൾ ചേർന്നതോ ടിന്നിലടച്ചതോ ആയ ഭക്ഷണങ്ങൾ ഒഴിവാക്കി വീട്ടിലുണ്ടാക്കുന്ന പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. സന്തോഷകരമായൊരു മനസ്സ് പാൽ ഉൽപ്പാദനത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് ഓർക്കുക. മുലയൂട്ടൽ എന്നത് ഒരു അമ്മയെ സംബന്ധിച്ച് വലിയൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടുതന്നെ എന്റെ കുഞ്ഞിന് ആവശ്യത്തിന് പാൽ ലഭിക്കുന്നുണ്ടോ എന്ന ചിന്ത പലരിലും വലിയ ഉത്കണ്ഠ ഉണ്ടാക്കാറുണ്ട്. കുഞ്ഞ് കരയുമ്പോഴോ അല്ലെങ്കിൽ പാൽ കുടിക്കാൻ മടി കാണിക്കുമ്പോഴോ അത് തന്റെ പരാജയമാണെന്ന് പല അമ്മമാരും ചിന്തിച്ചു പോകാറുണ്ട്. ഈ കുറ്റബോധം അല്ലെങ്കിൽ ഗിൽറ്റ് അമ്മമാരുടെ സമാധാനം കെടുത്താറുണ്ട്. വാസ്തവത്തിൽ തുടക്കത്തിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമാണെന്നും കുഞ്ഞ് കൃത്യമായി മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനും ഭയപ്പെടേണ്ടതില്ലെന്നും തിരിച്ചറിയുകയാണ് ആദ്യത്തെ പടി. ക്ഷീണവും ദേഷ്യവും മറ്റൊരു പ്രധാന വെല്ലുവിളി ഉറക്കമില്ലായ്മയാണ്. രാത്രിയിൽ പലതവണ എഴുന്നേറ്റ് മുലയൂട്ടേണ്ടി വരുന്നത് അമ്മമാരെ ശാരീരികമായി മാത്രമല്ല മാനസികമായും തളർത്തും. ഈ അമിതമായ ക്ഷീണം കാരണം പെട്ടെന്ന് ദേഷ്യം വരാനും ഒന്നിനോടും താൽപ്പര്യമില്ലാത്ത അവസ്ഥയുണ്ടാകാനും സാധ്യതയുണ്ട്. പലപ്പോഴും കുടുംബാംഗങ്ങൾക്കിടയിൽ ഇത് തെറ്റിദ്ധാരണകൾക്ക് കാരണമാകാറുണ്ട്. ഉറക്കക്കുറവ് നിങ്ങളുടെ സ്വഭാവത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ കുറ്റമല്ല, മറിച്ച് നിങ്ങളുടെ ശരീരം വിശ്രമം ആവശ്യപ്പെടുന്നു എന്നതിന്റെ ലക്ഷണമാണ് എന്ന പ്രത്യേക അവസ്ഥ. ചില അമ്മമാർക്ക് മുലയൂട്ടുന്ന ആ നിമിഷങ്ങളിൽ മാത്രം പെട്ടെന്ന് വലിയ സങ്കടമോ വെറുപ്പോ അല്ലെങ്കിൽ ഒരുതരം ഭയമോ ഒക്കെ അനുഭവപ്പെടാറുണ്ട്. ഇതിനെ ശാസ്ത്രീയമായി DMER എന്ന് വിളിക്കുന്നു. പാൽ പുറത്തേക്ക് വരുന്ന സമയത്ത് ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലമാണിത് സംഭവിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കുഞ്ഞിനോടുള്ള സ്നേഹക്കുറവുകൊണ്ടല്ല എന്ന് മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നത് നിങ്ങളുടെ മനസ്സിന് വലിയ ആശ്വാസം നൽകും. പിന്തുണയുടെ പ്രാധാന്യം. ഈ സമയത്ത് അമ്മമാർക്ക് വേണ്ടത് ഉപദേശങ്ങളേക്കാൾ കൂടുതൽ പിന്തുണയാണ്. വീട്ടുജോലികളിലും കുഞ്ഞിനെ നോക്കുന്നതിലും കുടുംബാംഗങ്ങളുടെ സഹായം തേടാൻ അമ്മമാർ ഒട്ടും മടിക്കരുത്. നിങ്ങൾക്ക് അല്പനേരം സമാധാനമായി ഉറങ്ങാൻ കിട്ടുന്നതോ അല്ലെങ്കിൽ ഒന്ന് കുളിക്കാൻ സമയം കിട്ടുന്നതോ പോലും നിങ്ങളുടെ മാനസിക നില മെച്ചപ്പെടുത്താൻ സഹായിക്കും. സങ്കടമോ സമ്മർദ്ദമോ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറുടെയോ കൗൺസിലറുടെയോ സഹായം തേടുന്നത് നിങ്ങളുടെയും കുഞ്ഞിന്റെയും നല്ല ഭാവിക്ക് വേണ്ടിയാണെന്നോർക്കുക. നമ്മൾ അമ്മമാരുടെ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് പറയുമ്പോഴും ഇത്രയേറെ കഷ്ടപ്പെട്ട് കുഞ്ഞിന് പാൽ നൽകുന്നതെന്തിനാണെന്ന് ഓരോ അമ്മയും തിരിച്ചറിയണം. മുലപ്പാൽ എന്നത് കേവലമൊരു ആഹാരമല്ല, അതൊരു അത്ഭുതമരുന്നാണ്. കുഞ്ഞിന്റെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിലടങ്ങിയിട്ടുള്ള ലോകത്തിലെ ഏക ആഹാരമാണത്. കുഞ്ഞിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ മുലപ്പാലിനോളം മികച്ച മറ്റൊന്നില്ല. അമ്മയുടെ ശരീരത്തിൽ നിന്നുള്ള ആന്റിബോഡികൾ പാലിലൂടെ കുഞ്ഞിലെത്തുന്നതിലൂടെ പലതരത്തിലുള്ള അണുബാധകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കുഞ്ഞിന് സംരക്ഷണം ലഭിക്കുന്നു. ഇത് കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ചയ്ക്കും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും വലിയ പങ്കുവഹിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുലപ്പാൽ കുടിക്കുന്നതിലൂടെ കുഞ്ഞിനു ലഭിക്കുന്ന വൈകാരികമായ സുരക്ഷിതത്വമാണ്. അമ്മയുടെ ശരീരത്തോടും ഹൃദയമിടിപ്പിനോടും ചേർന്നിരുന്ന് പാൽ കുടിക്കുമ്പോൾ കുഞ്ഞിനു ലഭിക്കുന്ന ആ സ്നേഹവും ആശ്വാസവും അവരുടെ മാനസിക വളർച്ചയെപ്പോലും സ്വാധീനിക്കുന്നു. ദഹിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ആഹാരമായതുകൊണ്ടുതന്നെ കുഞ്ഞുങ്ങളുടെ വയറിന് ഇത് ഏറെ ഇണങ്ങുന്നതാണ്. ചുരുക്കത്തിൽ നിങ്ങൾ നൽകുന്ന ഓരോ തുള്ളിപ്പാലിലും നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യകരമായ ഭാവിക്കുള്ള കരുത്തുണ്ട്. അതുകൊണ്ടുതന്നെ അമ്മ അനുഭവിക്കുന്ന ഈ ചെറിയ ബുദ്ധിമുട്ടുകളെല്ലാം കുഞ്ഞിന്റെ വളർച്ചയിൽ വലിയൊരു നിക്ഷേപമാണെന്ന് തിരിച്ചറിയും. മുലയൂട്ടലും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധവും. മുലയൂട്ടൽ എന്നത് കേവലം വിശപ്പടക്കാനുള്ള ഒരു വഴിയല്ല, മറിച്ച് അത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള നിശബ്ദമായ ഒരു സംഭാഷണമാണ്. കുഞ്ഞ് അമ്മയുടെ മാറോട് ചേർന്നിരുന്ന് പാൽ കുടിക്കുമ്പോൾ അവർക്കിടയിൽ വാക്കുകൾക്ക് അതീതമായ ഒരു ആത്മബന്ധമാണ് രൂപപ്പെടുന്നത്. കുഞ്ഞ് അമ്മയുടെ ഹൃദയമിടിപ്പ് കേൾക്കുകയും അമ്മയുടെ മണം തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ആ ഒരു സുരക്ഷിതബോധം കുഞ്ഞിന്റെ ആത്മവിശ്വാസത്തെയും സ്വഭാവരൂപീകരണത്തെയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഈ സമയത്ത് അമ്മയുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിനെ നമ്മൾ ലവ് ഹോർമോൺ എന്നാണ് വിളിക്കുന്നത്. ഈ ഹോർമോൺ അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹവും വാത്സല്യവും വർദ്ധിപ്പിക്കുക മാത്രമല്ല, പ്രസവശേഷമുള്ള മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിന് ശാന്തത നൽകാനും സഹായിക്കുന്നു. അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി കുഞ്ഞ് പാൽ കുടിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഐ കോണ്ടാക്ട് അവരിൽ വലിയൊരു വൈകാരിക സുരക്ഷിതത്വം ഉണ്ടാക്കുന്നുണ്ട്. ഈ ആത്മബന്ധം കുഞ്ഞ് വളർന്നു വലുതാകുമ്പോഴും അവരുടെ സാമൂഹിക ബന്ധങ്ങളിലും പെരുമാറ്റത്തിലും പോസിറ്റീവായ മാറ്റങ്ങൾ വരുത്തും. ചുരുക്കത്തിൽ മുലയൂട്ടുന്ന ആ നിമിഷങ്ങൾ
അമ്മയ്ക്കും കുഞ്ഞിനുമിടയിലുള്ള ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ സ്നേഹത്തിന്റെ പാലമായി മാറുകയാണ് ചെയ്യുന്നത്. മുലയൂട്ടൽ എന്നത് ഒരു അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് ആ കുടുംബത്തിന്റെ മുഴുവൻ കടമയാണ്. ആ അമ്മയ്ക്ക് നൽകുന്ന ഓരോ ചെറിയ സഹായവും, ഓരോ ആശ്വാസവാക്കും നിങ്ങളുടെ കുഞ്ഞിന്റെ നല്ല ഭാവിയിലേക്കുള്ള ചുവടുവെപ്പാണ്. ഈ വീഡിയോയിലൂടെ മുലയൂട്ടുന്ന സമയത്തെ മാനസികാരോഗ്യത്തെക്കുറിച്ചും ആ ആത്മബന്ധത്തെക്കുറിച്ചും നിങ്ങൾക്ക് പുതിയ ചില അറിവുകൾ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിവരങ്ങൾ ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത് മറ്റുള്ള അമ്മമാരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ ആരോഗ്യ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.